കണ്ണൂർ കല്യാട്ടെ കവർച്ചാ കേസിൽ പൂജാരി അറസ്റ്റിൽ. കർണാടക ഹാസൻ സ്വദേശിയായ മഞ്ജുനാഥാണ് അറസ്റ്റിലായത്. കർണാടകയിൽ കൊല്ലപ്പെട്ട ദർശിത കവർച്ച ചെയ്ത പണം മഞ്ജുനാഥിന് കൈമാറിയെന്നാണ് കണ്ടെത്തൽ. ഓഗസ്റ്റ് 22-നായിരുന്നു കല്യാട്ടുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും എടുത്ത് ദർശിത കടന്നുകളഞ്ഞത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഈ പണം എങ്ങനെയാണ് ഈ പൂജാരിയുടെ കയ്യിലെത്തിയതെന്നാണ് കരുതുന്നത്? ഇതിനകത്ത് ദിവ്യ, കണ്ണൂർ കല്യാട്ടെ ചുങ്കസ്ഥാനം AP സുഭാഷിന്റെ വീട്ടിൽ നിന്നാണ് ഓഗസ്റ്റ് 22-ന് 4 ലക്ഷം രൂപയും അതുപോലെ തന്നെ 30 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി സുഭാഷിന്റെ ഭാര്യയായിട്ടുള്ള കർണാടക സ്വദേശി ദർശിത രക്ഷപ്പെട്ടത്. തുടർന്ന് ദർശിതയെ കർണാടകത്തിൽ തന്നെയുള്ള സാലിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ കൊലപ്പെടുത്തി കണ്ടെത്തിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുഭാഷ് നൽകിയ മോഷണ കേസിലാണ് ഇപ്പോൾ മഞ്ജുനാഥിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ദർശിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദർശിതയുടെ ആൺസുഹൃത്തിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ മോഷണം മുതലായിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ പണവും കണ്ടെത്തുന്നതിന് സാധിച്ചിട്ടില്ല. അതിന്റെ തുടരന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ഹാസൻ സ്വദേശി പിടിയിലായിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ദർശിത ഒരു കവർ ഒരാൾക്ക് കൈമാറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കേരള പോലീസിന് ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് മഞ്ജുനാഥ് പിടിയിലായിരിക്കുന്നത്. പോലീസ് പറയുന്നത് ദർശിതയുടെ വീട്ടിൽ നേരത്തെ ഒരു പൂജ നടന്നിരുന്നു. ഈ പൂജ നടത്തിയത് മഞ്ജുനാഥാണ്. അതിനകത്ത് ആകെ 2 ലക്ഷം രൂപ മാത്രമാണ് ദർശിതയുടെ കുടുംബം മഞ്ജുനാഥിന് നൽകിയിരുന്നത്. ബാക്കിയുണ്ടായിരുന്ന 2 ലക്ഷം രൂപ നൽകുന്നതിന് വേണ്ടി ഈ സുഭാഷിന്റെ വീട്ടിൽ നിന്ന് കവർച്ച ചെയ്ത 4 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ദർശിത മഞ്ജുനാഥിന് കൈമാറിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഞ്ജുനാഥിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദിവ്യ.